ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിന്റെ മലയാളം ടു അടിസ്ഥാന പാഠാവലിയുടെ ആനുവൽ എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസേഴ്സ് ആണ്. അപ്പോൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉൾപ്പെടുന്ന ക്ലാസ് ആണിത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആനുവൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. മലയാളം ടു അടിസ്ഥാന പാഠാവലിയാണ് നമ്മളപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിന്റെ. അപ്പൊ നമുക്ക് നോക്കിയാലോ. ആദ്യ ചോദ്യം വരുന്നത്, ക്രമേണ അയാൾ പോലും അറിയാതെ മനസ്സ് സദാപി ആ മോഹത്തെ ഓമനിക്കാൻ തുടങ്ങി. അടിവരയിട്ട പദത്തിന്റെ അർത്ഥം കണ്ടെത്തുക. ഇതില് സദാ എന്നാണ് കേട്ടോ. ഇത് വേണ്ട, സദാ എന്നുള്ളതിൻ്റെയാണ് നമുക്ക് വേണ്ടത്. എല്ലാ എപ്പോഴും എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ഒരു തവണയെങ്കിലും എല്ലാവരും മോഡൽ ചോദ്യ പേപ്പറുകൾ ഉത്തരങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിച്ചത് നോക്കി ആ ഭാഗങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. അടുത്ത ചോദ്യം, ആ നീല നേത്രങ്ങളിൽ നിന്ന് പുറപ്പെട്ട 2 കണ്ണീർ ചാലുകൾ കവിളിലൂടെ കീഴ്പോട്ടൊഴുകുകയാണ്. അടിവരയിട്ട പദത്തിന്റെ വിഗ്രഹാർത്ഥം എന്ത് എന്നാണ്. കണ്ണീർ ചാലുകളാണ് അടിവരയിട്ട പദം കേട്ടോ. അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് കണ്ണീരിന്റെ ചാലുകളാണ്. അടുത്ത ചോദ്യം, ഇത്രയും ഹൃദയഹാരിയായ കാഴ്ച ഗഗനസഞ്ചാരികളായ മാലാഖമാർ മാത്രമേ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ. ഇത് ഏതിൽ നിന്നുള്ളതാണ്? ആകാശയാത്രികർ എന്നുള്ള വരികളാണ്. അടുത്ത ചോദ്യം, ശരിയായി പിരിച്ചെഴുതിയത് ഏത് എന്നാണ്. ഉത്തരം വരുന്നത് മിഴിയിണ. മിഴി പ്ലസ് ഇണയാണ് ശരിയായത്. അടുത്ത ചോദ്യം, വംശം എന്ന കവിത എഴുതിയതാര്? വിജയലക്ഷ്മി. അവരാണ് വംശം എന്ന കവിത എഴുതിയത്. അടുത്ത ചോദ്യം, സ്മാരകത്തിലെ അപ്പൂപ്പൻ താടിയെയും വിജയലക്ഷ്മിയുടെ ഉറുമ്പുകളെയും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. നമുക്ക് നോക്കാം. ചെറുതായിരിക്കുന്നതിന്റെ മഹത്വം ഭൂമിയിലെ ചെറിയ ജീവികൾ തരുന്ന വലിയ ജീവിത പാഠങ്ങൾ ലാളിത്യമാണ് കേട്ടോ. ലാളിത്യം, അവ ഒടുവിൽ മനുഷ്യനും പ്രകൃതിക്കുമായി മാറ്റിവെക്കുന്ന മൂല്യങ്ങൾ എന്നിവ വരും തലമുറകളിലേക്ക് പകരുന്ന കവിതകളാണ്. വീരാൻകുട്ടി മാഷിന്റെ സ്മാരകവും വിജയലക്ഷ്മി അവതരിപ്പിക്കുന്ന വംശം എന്ന കവിതയും. ഇരു കവിതകളും പുലർത്തുന്ന മിതത്വം, എളിമ എന്നിവ, ഒരു കൊമേഡ് എന്നിവ പകരുന്നത് ലോകത്തിലെ എല്ലാ മനുഷ്യരും തിരിച്ചറിയേണ്ട മൂല്യങ്ങളാണ്. ഏറ്റവും എളിയവർ പഠിപ്പിക്കുന്ന പാഠം പകരുന്ന ഊർജമാണ് ഈ കവിതകളുടെ ഉള്ളടക്കം. രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന ഉറുമ്പുകളും ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുന്ന ഉറുമ്പുകളും അപ്പൂപ്പൻ താടിയും വാഗ്ദാനം ചെയ്യുന്ന നൈതികത ഒന്ന് തന്നെയാണ്. അടുത്ത ചോദ്യം, നീ ജനൽ മെല്ലെ കടന്നു മുറ്റത്തുള്ള പൂവാങ്കുരുന്നിലെ കാട് ചുറ്റി മല പോലെ വഴിമുടക്കാൻ നിന്ന വെള്ളാരങ്കല്ലിന്റെ ചോട് ചുറ്റി നീലക്കീഴാനെല്ലി മുക്കുറ്റി പൂക്കുന്ന മൂലയ്ക്ക് മൺകൂന കോട്ട പറ്റി ആകെ തിരക്കിട്ട കത്തേക്കു പോകയാണായ ആമ്പില ചുട്ടുകാരി. ഈ വരികളിൽ മനുഷ്യനോട് സംവദിക്കപ്പെടുന്ന ആശയം എന്തെന്നാണ്. ഇതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ പാഠത്തിലുള്ള ഒരു പോയട്രിയുടെ വരികളാണ്. അപ്പോൾ നോക്കാം. ഏറ്റവും ചെറിയ ജീവിയായ ഉറുമ്പുകൾക്ക് ചെടികളും ചെറിയ ഇലയും കരിങ്കൽ കഷ്ണങ്ങളും ചെറിയൊരു മണൽത്തരി പോലും വലിയൊരു പ്രതിസന്ധിയാണ്. എന്നാൽ അതിലൊന്നും തെല്ലും ഭയന്നു പോകാതെ തൻ്റെ ചെറിയ ശരീരം വെച്ചുകൊണ്ട് നിരന്തരമായ ശ്രമത്തിലൂടെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ചെറിയ പ്രശ്നങ്ങളിൽ പോലും പകച്ചു പോവുകയും മാനസികമായി അടിപ്പെട്ടു പോവുകയും ചെയ്യുന്ന മനുഷ്യർക്ക് ഈ കൊച്ചു ജീവിയുടെ പ്രവൃത്തികൾ ഒരു മാതൃകയാണ്. എട്ടാമത്തെ ചോദ്യം, ഉറുമ്പുകളുടെ വംശമഹത്വം അന്വേഷിക്കുന്നതിലൂടെ കവി പറയാൻ ശ്രമിക്കുന്ന വസ്തുതകൾ എന്തെല്ലാമാകും? ഉത്തരം, ഉറുമ്പുകൾ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും ചെറിയ ജീവിയാണ്. ഒരു കാൽപെരുമാറ്റത്തിന്റെ പോലും ഒച്ചയുണ്ടാക്കാനാകാത്തവർ, മറ്റൊരു കാൽപെരുമാറ്റത്തിന്റെ പോലും അനക്കത്തിൽ ഇല്ലാതെ പോയേക്കാവുന്നവർ. എന്നിട്ടും തങ്ങളുടെ വലിപ്പത്തേക്കാൾ എത്രയോ മടങ്ങ് വലിയ കാര്യങ്ങളാണ് ആ ചെറിയ ജീവികൾ ചെയ്യുന്നത്. ഏറ്റവും വലുത് നമ്മളാണ് എന്ന് കരുതുന്ന മനുഷ്യന് പോലും മാതൃകയാകുകയാണ് ഈ കുഞ്ഞുറുമ്പുകൾ. യാതൊരു മടിയുമില്ലാതെ ജനനം മുതൽ മരണം വന്നു ഭവിക്കും വരെ പണിയെടുത്തുകൊണ്ടേയിരിക്കുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളെല്ലാം തന്നെ നിരന്തരമായ പ്രയത്നം കൊണ്ട് കീഴ്പ്പെടുത്തുന്നവർ, വളരെ ചെറിയ ശരീരത്തിനകത്ത് വളരെ വലിയ മനസ്സുള്ളവർ, തനിക്കായി മാത്രം ഒന്നും ശേഖരിക്കാതെ തൻ്റെ കൂടെ ഉള്ളവർക്കായി കൂടി കരുതി വയ്ക്കുന്ന വലിയ മനസ്സുള്ളവർ ഉറുമ്പുകളുടെ പ്രത്യേകതയാണ്.
9ാമത്തെ ചോദ്യം, വിമാനത്തിൽ നിന്നും എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പ് കിട്ടിയ ഇത്തിരി പച്ചവെള്ളം മാത്രമായിരുന്നു എൻ്റെ അന്നത്തെ അതുവരെയുള്ള ആഹാരം. അടിവരയിട്ടിരിക്കുന്ന പദം നൽകുന്ന അർത്ഥം എന്ത്? ഇതുപോലെ പച്ച ചേർന്നു വരുന്ന കൂടുതൽ പദങ്ങൾ കണ്ടെത്തി അർത്ഥതലം വ്യക്തമാക്കുക. പച്ച എന്ന് വരുന്നതാണ് വേണ്ടത്. വിമാനത്തിൽ നിന്നും വെള്ളമില്ലാതെ വിശപ്പ് മാറ്റാൻ ഒന്നും തന്നെ കിട്ടിയില്ല എന്നതാണ് ഇതിനർത്ഥം. അപ്പം നമുക്ക് അതുപോലെയുള്ളത് പച്ചവെള്ളം എന്ന് പറഞ്ഞാൽ ചൂടാക്കാത്ത വെള്ളമാണ്. പച്ച മനുഷ്യൻ, കളങ്കമില്ലാത്ത മനുഷ്യൻ. പച്ച പരിഷ്കാരി, ഏറ്റവും പുതിയ പരിഷ്കാരം സ്വീകരിച്ചയാൾ. പച്ച മാങ്ങ, പഴുക്കാത്ത മാങ്ങ. അടുത്ത 10ാമത്തെ ചോദ്യം, നടക്കും തോറും തെളിയും വഴികൾ എന്ന ശീർഷകത്തിന്റെ ഔചിത്യം കണ്ടെത്തുക. അറിവ് നിർമ്മിക്കുന്നതിന്, സ്വയം തിരിച്ചറിയുന്നതിന്, ലോകത്തെ അറിയുന്നതിന്, ജീവിതം എന്താണ് എന്നറിയുന്നതിന്, പ്രകൃതിയെ പഠിക്കുന്നതിന്. യാത്രിക നേടിയ അനുഭവ പാഠങ്ങൾ എന്തൊക്കെയാണ്? ജീവിതത്തിൽ വലിയ പാഠങ്ങളാണ് യാത്രയിലൂടെ എഴുത്തുകാരി പഠിച്ചത്. സാധാരണക്കാരിൽ സാധാരണക്കാരിയായി ജീവിതം മുന്നോട്ട് പോകുന്നതും, വിശക്കുമ്പോൾ തട്ടുകടയിൽ നിന്ന് കഴിക്കാനും, വെറും നിലത്തും കടത്തിണ്ണയിലും ഉറങ്ങാനും, അപരിചിതരോടൊപ്പം യാതൊരു സുരക്ഷാ ഭയവും ഇല്ലാതെ യാത്ര ചെയ്യാൻ, അങ്ങനെ പൊങ്ങച്ചങ്ങളില്ലാത്ത ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലേക്ക്, പ്രകൃതിയുടെ ജീവസ്സുകളിലേക്കാണ് യാത്രിക ഇറങ്ങിച്ചെന്നത്. 12 കൊല്ലം കൊണ്ട് ജീവിതം നൽകാത്ത അറിവുകൾ വെറും 2 മാസം കൊണ്ട് ലഭിക്കുകയായിരുന്നു. 12ാമത്തെ ചോദ്യം, അവധിക്കാല അനുഭവങ്ങൾ പങ്കുവെച്ച് നിങ്ങളുടെ സുഹൃത്തിന് ഒരു കത്ത് തയ്യാറാക്കുക. നിങ്ങൾ പ്രിയപ്പെട്ട എന്നുള്ളതിൽ നിങ്ങളുടെ ഫ്രണ്ടിന്റെ പേര് എന്താണോ അത് എഴുതുക. നിനക്ക് സുഖം തന്നെയല്ലേ? എത്ര ദിവസമായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്? വെക്കേഷനായിട്ട് എന്താ നിന്റെ പരിപാടികൾ? ലൈബ്രറിയിൽ പോകണമെന്നും പുസ്തകങ്ങൾ വായിക്കണമെന്നും പറഞ്ഞിരുന്നല്ലോ, പോയി തുടങ്ങിയോ? ഞാൻ 2 പുസ്തകങ്ങൾ വായിച്ചു കേട്ടോ. ഒന്ന് ബഷീറിന്റെയും മറ്റൊന്ന് സഞ്ചാര സാഹിത്യകാരനായ എസ്.കെ. പൊറ്റക്കാടിന്റെയും. നീയും എസ്.കെയുടെ പുസ്തകങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ, നിനക്ക് ഇഷ്ടപ്പെടും തീർച്ച. നമ്മൾ ഒരുമിച്ച് ഒത്തിരി യാത്രകൾ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നില്ലേ? നമ്മൾ എസ്.കെ വായിക്കുമ്പോൾ നമ്മൾ യാത്രയിലാണെന്നേ തോന്നൂ. പിന്നെ മറ്റൊരു സന്തോഷം കൂടിയുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച അമ്മാവനും കുടുംബവുമായി ഊട്ടിക്ക് പോവുകയുണ്ടായി. വളരെ വലിയ മലകളും ചുരങ്ങളും ഒക്കെ കടന്ന് തണുപ്പിന്റെ ഒരു കോട്ടയിലാണ് ഞങ്ങൾ പ്രവേശിച്ചത് എന്ന് തോന്നി. 2 ദിവസം അവിടെ ചിലവഴിച്ചു. പൂന്തോട്ടങ്ങളും പൂക്കളും താഴ്വാരങ്ങളും ഒക്കെ കണ്ടു തീർത്തു. യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വളരെ വലിയ സന്തോഷം തോന്നും, യാത്ര തീരുമ്പോൾ സങ്കടവും. നിന്നോട് പറയാൻ ഒത്തിരി വിശേഷങ്ങൾ ഞാൻ കാത്തുവെച്ചിട്ടുണ്ട്. നിന്റെ വിശേഷങ്ങൾ ഉടനെ നീ അറിയിക്കണേ. സ്വന്തം. ഇതുപോലെ ആ പേര് ഇവിടെയും കൊടുക്കുക. അപ്പോൾ ഒരു ലെറ്റർ എഴുതാൻ എന്തായാലും ഉണ്ടായിരിക്കും. അടുത്ത ചോദ്യം, യാത്രാനുബന്ധമായി സുജാത ദേവി എഴുതിയ കത്തിലെയും എസ്.കെയുടെ യാത്രാ വിവരണത്തിലെയും ആവിഷ്കാരത്തിന്റെ പ്രത്യേകതകൾ കണ്ടെത്തി എഴുതുക. സുജാത ദേവിയുടെ യാത്രയിൽ നിന്ന് യാത്രികയ്ക്കുണ്ടായ അനുഭവമാണ് ഈ കത്ത്. അവരിൽ നിറച്ച ആനന്ദം അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളിലേക്ക് പങ്കുവയ്ക്കുകയാണ് അവർ ചെയ്യുന്നത്. കത്തെന്ന മാധ്യമത്തിൽ കൊള്ളാവുന്ന പരിമിതിയിൽ ഒരു യാത്രയിൽ കൊള്ളാവുന്ന മുഴുവൻ അനുഭവങ്ങളും ഉൾക്കൊണ്ട് അത് അത്രയും ചെറിയ വാക്കിൽ ഒതുക്കി അവതരിപ്പിക്കുകയായിരുന്നു എഴുത്തുകാരി. എന്നാൽ എസ്.കെ തന്റെ യാത്രകളിലൂടെ മലയാളത്തിൽ രൂപപ്പെടുത്തിയെടുത്തത് ഒരു സാഹിത്യ സരണി തന്നെയാണ്. സഞ്ചാര സാഹിത്യത്തിന്റെ സാധ്യതകളെല്ലാം എത്രത്തോളം ആഴത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുമോ അത്രത്തോളം വിപുലമായി വാക്കുകൾ കൊണ്ട് തന്റെ കണ്ണുകൾ കണ്ട കാഴ്ചകൾ അത്രയും വായനക്കാരന്റെ മനസ്സിൽ പതിപ്പിക്കുകയാണ് എസ്.കെ. സുജാത ദേവിയുടെ യാത്രകൾ സ്വന്തം ജീവിതാനുഭവം വികസിപ്പിക്കാനുള്ളതാണ്. അത് ഹിമാലയൻ യാത്ര എന്നത് ഒരുപാട് മാനങ്ങളാണ് പങ്കുവയ്ക്കുന്നുണ്ട്. അറിവ് കൊണ്ടും യാത്രാനുഭവങ്ങൾ കൊണ്ടും ഈ വാക്ക് പാഠത്തിന് അനുയോജ്യമാണ്. എസ്.കെയുടെ യാത്ര ലോകത്തെ അറിയാനും ടാഗോറിന്റെ ദർശനങ്ങൾ അറിയാനുമാണ്. വൈജ്ഞാനിക ബോധത്തിന്റെ നിറകുംഭങ്ങളാകുകയാണ് ഈ വിവരണം. 14 വിഷ്വൽ ട്രാവലോഗുകൾ, ഷോർട്സ്, റീൽസ് എന്നിവ നിർമ്മിക്കുന്നതിന് വേണ്ട മുന്നൊരുക്കങ്ങൾ എന്തെല്ലാം ചർച്ച ചെയ്യുക. വിഷ്വൽ ആണ്.
ഇവിടെ ഈ സാധനമല്ല, ഇതാണ് വരിക. വിഷ്വൽ ട്രാവലോഗുകൾ യാത്രകളെ ദൃശ്യഭാഷയിൽ അവതരിപ്പിക്കുന്ന രീതിയാണ്. ചെറിയ വീഡിയോകളായി അവതരിപ്പിക്കുന്ന രീതിയാണ് റീൽസ്, ഷോർട്സ് തുടങ്ങിയവ. 60 സെക്കൻഡ് നീളമുള്ള റീലുകളാണ് സാധാരണയായി അവതരിപ്പിക്കുക. യൂട്യൂബിൽ ചെറു വീഡിയോകളായി അവതരിപ്പിക്കുന്ന രീതിയാണ് ഷോർട്സുകൾ. ഇവയോരോന്നും ചിത്രീകരിക്കുമ്പോൾ പ്രത്യേകമായ മുന്നൊരുക്കങ്ങൾ നടത്തണം. ദൃശ്യവൽക്കരിക്കാൻ ഉപയോഗിക്കുന്ന വിഷയത്തിന്റെ മേഖല, വ്യാപ്തി, വലുപ്പം, സമയം എന്നിവ പ്രധാനമാണ്. ഓരോ ഘട്ടവും വ്യക്തമായി ആസൂത്രണം ചെയ്യണം. തിരഞ്ഞെടുക്കുന്ന വിഷയത്തിന്റെ വ്യാപ്തി, വലുപ്പം, സമയം എന്നിവ പരിഗണിച്ച് രൂപരേഖ തയ്യാറാക്കുക. 15 ഇതിന്റെ തുടർച്ചയാണ്. നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ തീരുമാനിക്കണം. ദൃശ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ ഔചിത്യം പാലിക്കണം. ആകർഷകമായവ തിരഞ്ഞെടുക്കണം. അവതരണ രീതിയെക്കുറിച്ച് ധാരണയുണ്ടാവണം. ചിത്രീകരണത്തിന് ആവശ്യമാണ് കേട്ടോ ഒരുക്കങ്ങൾ നടത്തണം. ക്യാമറ സാധ്യതകൾ, വിവിധ ദൃശ്യരൂപങ്ങൾ തിരിച്ചറിയൽ, മിഡിൽ സ്ഥലം, ചരിത്ര സാംസ്കാരിക പശ്ചാത്തലം, പ്രകൃതി ദൃശ്യങ്ങൾ, മറ്റു സന്ദർഭങ്ങൾ എന്നിവ തീരുമാനിക്കണം. ആവശ്യമായ വിവരണം, ശബ്ദമിശ്രണം, ആനിമേഷൻ സാധ്യതകൾ, എഡിറ്റിംഗ് ശ്രദ്ധിക്കണം. ഫലപ്രദമായ എഡിറ്റിംഗ് ആപ്പ് ഉപയോഗപ്പെടുത്തുക. സംക്ഷിപ്തത, ആകർഷകത്വം എന്നിവ ഉണ്ടായിരിക്കണം. അടുത്തത് ശാന്തിനികേതൻ കുറിപ്പ് തയ്യാറാക്കുകയാണ്. തന്റെ പിതാവായ മഹർഷി ദേവേന്ദ്രനാഥ ടാക്കൂർ 1863 തുടക്കം കുറിച്ച് ശാന്തിനികേതൻ 1901 ഒരു വിദ്യാലയവും കലാകേന്ദ്രവുമായി മാറ്റുകയായിരുന്നു രവീന്ദ്രനാഥ ടാക്കൂർ. പരിസ്ഥിതി കേന്ദ്രീകൃതമായ വിദ്യാഭ്യാസ കേന്ദ്രവും സാംസ്കാരിക ഇടവുമാക്കി ശാന്തിനികേതനെ ടാഗോർ മാറ്റിയെടുത്തു. കൊൽക്കത്തയിലെ ബിർക്കും ജില്ലയിലെ ബോൽപൂർ ഗ്രാമത്തിലാണ് ശാന്തിനികേതൻ സ്ഥിതി ചെയ്യുന്നത്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഇടം എന്ന അർത്ഥത്തിലാണ് ശാന്തിനികേതനം എന്ന പേര് നൽകിയത്. നോബൽ സമ്മാനത്തിന്റെ ഭാഗമായി ലഭിച്ച തുക മുഴുവൻ ടാഗോർ ശാന്തിനികേതനത്തിനായി മാറ്റിവെച്ചു. 1921 ഈ വിദ്യാലയം വിശ്വഭാരതി സർവകലാശാലയായി മാറി. 1951 ഇത് കേന്ദ്ര സർവകലാശാലയാക്കി ഉയർത്തി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളും ഭാരതവും ഒന്നിക്കുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാണ് വിശ്വഭാരതി എന്ന പേര് നൽകിയത്. യാത്ര വിശ്വം ഭവദ്വയേക നീടം, ഇവിടെ ലോകം ഒരു പക്ഷിക്കൂടായി മാറുന്നു എന്നതാണ് ആ കലാലയത്തിന്റെ മുദ്രാവാക്യം. ടാഗോറിന്റെ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക, പ്രകൃതി, കലാദർശനങ്ങൾ ഒത്തുചേരുന്ന ശാന്തിനികേതൻ വിശ്വമാനവികതയുടെയും ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യത്തിന്റെയും ഏറ്റവും മികച്ച ഇടങ്ങളിൽ ഒന്നാണ്. 2023 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചതോടെ ഇവിടം ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് കൂടുതൽ അടുത്തിരിക്കുന്നു. 16 പ്രതിസന്ധികളും ജീവിത വിജയവും എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. നിങ്ങളുടെ പാഠമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. പ്രതിസന്ധികളും ജീവിത വിജയവും. ഓരോ മനുഷ്യരും ഓരോ സാഹചര്യത്തിൽ ജീവിതത്തെ സമീപിക്കുന്നതും മുന്നേറുന്നതും പല കാഴ്ചപ്പാടുകളിലൂടെ അവതരിപ്പിക്കുകയാണ് ഓരോ പാഠഭാഗവും. നിങ്ങൾക്ക് തന്നിരിക്കുന്ന പാഠഭാഗങ്ങൾ കേട്ടോ. വംശം എന്ന കവിതയിൽ ഭൂമിയിലെ ഏറ്റവും ചെറിയ ജീവിയായ ഉറുമ്പുകൾ ജീവിതത്തെ ആവിഷ്കരിക്കുന്നതാണ് ഈ കവിതയുടെ പ്രമേയം. തങ്ങൾക്ക് കിട്ടിയ എന്തും തന്റെ കൂട്ടാളികൾക്കും കൂടി പങ്കുവയ്ക്കണം എന്ന് കരുതുന്ന ചെറിയ ശരീരത്തിലെ വലിയ മനസ്സിനെ തന്നിലേക്ക് പകർത്താൻ കൊതിക്കുകയാണ് എഴുത്തുകാരി. പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ ജീവിയിൽ നിന്ന് പോലും ജീവിതത്തിലേക്ക് പകർത്താൻ ധാരാളമുണ്ടെന്ന് പഠിപ്പിക്കുകയാണ് ഈ കവിത. MTയുടെ ദയ ആത്മവിശ്വാസത്തിന്റെ പ്രതിരൂപമാണ്. ജീവിതത്തിന്റെ ഏതു പ്രതിസന്ധിയിലും ക്ഷമയോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നേറാൻ ദയ നമ്മെ പഠിപ്പിക്കുന്നു. ദയയുടെ മുന്നിൽ അടങ്ങാത്ത പ്രതികാര മനോഭാവത്തിൽ അടുത്ത കുതിരയെ പോലും തന്റെ തന്മയത്വമുള്ള ഇടപെടൽ കൊണ്ട് കീഴ്പ്പെടുത്തുകയാണ് ദയ. ഏതു സാഹചര്യത്തിൽ എങ്ങനെ ഇടപെടണം എന്ന് വളരെ കൃത്യമായി ദയ ചൂണ്ടിക്കാണിക്കുന്നു. ദയ നൽകുന്ന ജീവിത പാഠങ്ങൾ അതിജീവനത്തിന്റെയാണ്. തഥാഗത എന്നതാകട്ടെ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ മനുഷ്യൻ നേരിടേണ്ടി വരുന്ന ആരോഗ്യവും മാനസികവുമായ ഇതാണ് കേട്ടോ. ആരോഗ്യവും മാനസികവുമായ സംഘർഷങ്ങളോട് പൊരുത്തപ്പെടാൻ മനുഷ്യർ നേരിടുന്ന വെല്ലുവിളികളാണ്. ഓരോരുത്തരുടെയും ഓർമ്മകളിലാണ് മനുഷ്യർ ജീവിക്കുന്നത്. ഓർമ്മകൾ ഇല്ലാതാകും തോറും നഷ്ടമാകുന്നത് ആ ഓർമ്മയിൽ ജീവിക്കുന്ന മനുഷ്യർ കൂടിയാണ്. ജീവിതം മധുരം പകരുന്ന നിമിഷങ്ങൾ മാത്രമല്ല സംഭാവന ചെയ്യുന്നത്. ജീവിതത്തിന്റെ കൈപ്പേറിയ നിമിഷങ്ങളും അവയെ അതിജീവിക്കേണ്ട മാർഗങ്ങളും നാം ഈ പാഠഭാഗങ്ങളിലൂടെ തിരിച്ചറിയുന്നു.
അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് കൂടുതലായിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളെന്ന് നോക്കി ആ ഭാഗങ്ങൾ കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ പാഠഭാഗങ്ങളും ഒരിക്കലെങ്കിലും വായിച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകണമെങ്കിൽ. ഇതൊരു റിവിഷൻ ക്ലാസ്സായി കാണുക. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.